എല്ലാവർക്കും നമസ്കാരം. ഗ്രോമൻ മൾട്ടി ഇൻഡസ്ട്രീസുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒരു ഹോം ഇൻസിനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് മാലിന്യം സംസ്കരിക്കുന്ന വീഡിയോ ഉണ്ട്. പാലക്കാട് മലമ്പുഴ എന്ന സ്ഥലത്താണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ ഡെലിവറി ചെയ്ത് കൊടുത്തതിനാൽ എല്ലാ വേസ്റ്റും കസ്റ്റമർ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാതരം വേസ്റ്റും നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ചിരട്ട മുതൽ സാനിറ്ററി പാഡ്സ് വരെ ഈ വീഡിയോയിലുണ്ട്. ഇൻസിനറേറ്ററിൻ്റെ മെയിൻ്റനൻസ് കുറയ്ക്കാനും ദീർഘകാലം കേടുപാടുകളില്ലാതെ നിലനിൽക്കാനുമായി MS-ൻ്റെ തന്നെ ഹൈഗ്രേഡ് മെറ്റലും റിഫ്രാക്ടറി മെറ്റീരിയൽസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസിനറേറ്റർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് മാറ്റാൻ ബ്രേക്കിംഗ് സിസ്റ്റമോട് കൂടിയ റോളർ വീലുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് തന്നെ ഈസിയായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. എല്ലാ വേസ്റ്റും ഇട്ടതിന് ശേഷം ഒരു തുണ്ട് പേപ്പർ കഷ്ണം കത്തിച്ച് ഉള്ളിലോട്ടിടാം. ഇൻലെറ്റ് ഡോർ കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ടൈപ്പാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പുറമേ ചൂടെടുക്കാത്തതിനാൽ കുട്ടികളുള്ള വീടുകളിൽ സുരക്ഷിതമായി ഉപയോഗിക്കാം. പത്തടി നീളമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഗ്രേഡ് പൂക്കുഴലാണ് നമ്മൾ ഈ ഇൻസിനറേറ്ററിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം പൂക്കുഴലിൻ്റെ നീട്ടം വർദ്ധിപ്പിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഗ്രേഡ് തുരുമ്പാവാത്ത മെറ്റീരിയലാണ്. റെയിൻ ഗാർഡ് കൂടുള്ള സൗകര്യമുള്ളതിനാൽ ഏതു മഴയത്തും സുരക്ഷിതമായി കത്തിക്കാൻ പറ്റും. ഹൈ ക്വാളിറ്റി റിഫ്രാക്ടറി മെറ്റീരിയൽസും ഇൻസുലേഷനും 4 ലെയേഴ്സോട് കൂടിയ ഡിസൈനും ആയതുകൊണ്ട് തന്നെ ഇൻസിനറേറ്ററിന് ദീർഘകാലം കേടുപാടുകളോ മെയിൻ്റനൻസോ ഉണ്ടാവില്ല. ഇൻസുലേഷൻ ഉള്ളതിനാൽ ഇൻസിനറേറ്ററിൻ്റെ അകത്ത് വലിയ രീതിയിൽ ചൂടോടുകൂടി കത്തിയാൽ പോലും പുറമെ തീരെ ചൂട് അനുഭവപ്പെടില്ല. കുട്ടികളുള്ള വീട്ടിലും മറ്റും വളരെ സേഫായി ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇട്ട മാലിന്യം കത്തി തുടങ്ങിയിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന മാഡം കുറച്ചുകൂടി അടുക്കള മാലിന്യം കൊണ്ടുവന്നത്. കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡയപ്പറോ അതുപോലുള്ള മാലിന്യം നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസിനറേറ്ററിൻ്റെ കൂടെ വരുന്ന സ്റ്റിക്ക് സഹായത്തോടെ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മളിടുന്ന വേസ്റ്റിൻ്റെ സ്വഭാവത്തിനും അളവിനും അനുസരിച്ചായിരിക്കും കത്തിക്കഴിയേണ്ട സമയം തീരുമാനിക്കുന്നത്. ആവറേജ് നമ്മളൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ കത്തിക്കഴിയേണ്ടതാണ്. കത്തിക്കഴിഞ്ഞതിന് ശേഷം ഇൻസിനറേറ്ററിൻ്റെ അകത്ത് പൂർണ്ണമായും ചൂട് നിലനിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആഷ് ചാമ്പറിലൂടെ കത്തിക്കഴിഞ്ഞ ചാരത്തെ നീക്കം ചെയ്യണം.
സാനിറ്ററി പാഡോ അതുപോലുള്ള വെറ്റ് വേസ്റ്റോ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ഇടുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റിക്കിൻ്റെ മറ്റേ അറ്റം ആഷ് ചാമ്പറിലൂടെ പൂർണ്ണമായും കത്തിക്കഴിഞ്ഞ ചാരത്തെ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കത്തിക്കഴിഞ്ഞതിന് ശേഷം ചാരം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതാണ്. ഈ കത്തിക്കഴിഞ്ഞ ചാരം ഗാർഡനിലോ മറ്റോ ആയിട്ട് ഇടാൻ പറ്റും. നല്ലൊരു വളമാണ്. ഗാർഡൻ ഇല്ലാതെ ചാരം ഡിസ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് മണ്ണിനോടൊപ്പം ലയിപ്പിച്ച് കളയാൻ പറ്റും. ഗ്രോമൻ മൾട്ടി ഇൻഡസ്ട്രീസിൻ്റെ ഇൻസിനറേറ്ററിൻ്റെ പെർഫോമൻസ് കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. തുടർന്നുള്ള വീഡിയോസിനും പുതിയ മെഷീൻസിൻ്റെ അപ്ഡേഷനും അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിലൂടെ നമ്മുടെ നാടിനും വരും തലമുറയ്ക്കും ഒരു മാതൃകയാവാൻ പറ്റും. ഇൻസിനറേറ്ററെ പറ്റി കൂടുതൽ അറിയാനായിട്ടും ബുക്ക് ചെയ്യാനും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കോൾ ചെയ്യുകയോ